ഇന്ന് ഈ വീഡിയോയിലൂടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ചില മെന്റൽ ട്രിക്സിനെ കുറിച്ച് നമുക്ക് കാണാം. ഇതിനുശേഷം നിങ്ങൾ ഇന്ന് വരെ കണ്ടതുപോലെ ആയിരിക്കില്ല ഇനി ലോകത്തെ കാണുന്നത്. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കും. ഇനി ആർക്കും നിങ്ങളെ മണ്ടന്മാരാക്കാൻ കഴിയില്ല. നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റിൽ ഐ ആം റെഡി എന്ന് എഴുതുക. നമ്പർ 1, അവൈലബിലിറ്റി കാസ്കേഡ്. അവൈലബിലിറ്റി കാസ്കേഡ് ഏതാണ്ട് അവൈലബിലിറ്റി ബയസ് പോലെ തന്നെയാണ്. നമ്മുടെ പക്കലുള്ള ഓപ്ഷൻസ് മാത്രം അടിസ്ഥാനമാക്കി തെറ്റായി തീരുമാനമെടുക്കുന്നതിനെയാണ് അവൈലബിലിറ്റി ബയസ് എന്ന് പറയുന്നത്. ഇനി അവൈലബിലിറ്റി കാസ്കേഡ് എന്താണെന്ന് നോക്കാം. ഉദാഹരണത്തിന്, മിഠായി കഴിക്കുന്നത് കുട്ടികളുടെ പല്ല് ചീത്തയാക്കും. പകരം കുറച്ച് മിഠായി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊരു ലോക്കൽ വാർത്താ ചാനലിൽ വന്നു എന്ന് കരുതുക. ഇത് ആളുകളിൽ നല്ലൊരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അതുവഴി ഈ കാര്യം ഒരു സംസ്ഥാനതല വാർത്താ റിപ്പോർട്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അയാൾ കുട്ടികളുടെ പല്ല് എങ്ങനെയാണ് മിഠായി കഴിക്കുന്നതിലൂടെ ചീത്തയാവുന്നതെന്നും അതുവഴി അവർക്ക് ഡയബറ്റീസ് വരെ വരാം എന്നതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതുന്നു. ഈ വാർത്തയായി ഒരു സംസ്ഥാനതല ന്യൂസ് ചാനൽ അതേപടി അവതരിപ്പിക്കുന്നു. അതിലവർ മിഠായി കഴിക്കുന്നതിലൂടെ കുട്ടികളുടെ പല്ല് കേടാവുകയും അവർക്ക് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട് എന്നും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വരെ മാറ്റങ്ങൾ വരാമെന്നും അതുവഴി കുട്ടികളുടെ പ്രതിരോധശേഷി കുറയുവാനുള്ള സാധ്യതയുണ്ടെന്നും പലതരം രോഗങ്ങൾ പിടിപെടാമെന്നും പറയുന്നു. ഈ സ്റ്റേറ്റ് ലെവൽ ന്യൂസ് ചാനലിന്റെ വാർത്ത ഒരു ദേശീയതല ന്യൂസ് ചാനലിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഇതേ മിഠായിയെക്കുറിച്ച് കുറച്ചുകൂടി ഗംഭീരമായ വാർത്ത അവതരിപ്പിക്കുന്നു. മിഠായി കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ക്യാവിറ്റീസ്, ഡയബറ്റീസ്, വീക്ക് ഇമ്മ്യൂണിറ്റി, ഹാർട്ട് ഡിസീസസ് തുടങ്ങിയവ മാത്രമല്ല ക്യാൻസർ വരെ ഉണ്ടാകാമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ആ മിഠായിയെ ബാൻ ചെയ്യുന്നു. ഇതിനെയാണ് അവൈലബിലിറ്റി കാസ്കേഡ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു വിഷയത്തെക്കുറിച്ച് നാം ഒരുപാട് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അത് ആവശ്യത്തിലും കൂടുതൽ പ്രാധാന്യമുള്ളതായി തോന്നുന്നു. ഒരാവശ്യവുമില്ലാത്ത വളരെ ചെറിയ കാര്യത്തിന് പിന്നിൽ പോയി അതിനെ വലുതാക്കുന്ന തരത്തിലുള്ള ഓവർ തിങ്കിങ് തന്നെയാണ് ഇത്. കോവിഡ്-19 ആരംഭത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആരായാലും പേടിച്ചു പോകുന്ന തരത്തിൽ ന്യൂസ് ചാനലുകൾ ഈ വാർത്തയെ അവതരിപ്പിച്ചു. നമ്പർ 2, സങ്ക് കോസ്റ്റ് ഫലാസി. നിങ്ങൾ ഒരു സിനിമ ടിക്കറ്റ് വാങ്ങുന്നു. എന്നാൽ സിനിമ പകുതിയായപ്പോഴേക്കും രസകരമല്ലാത്ത സിനിമയാണത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാലും നിങ്ങൾ സിനിമ മുഴുവൻ കാണാതെ അവിടെ നിന്നും പോകുന്നില്ല. എന്തായാലും പൈസ ചിലവാക്കിയതല്ലേ, അതുകൊണ്ട് അത് മുതലാക്കാതെ പോകില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരു മാർക്കറ്റിംഗ് കമ്പനി ഒരു പരസ്യം കുറേ കാലം കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ അവർക്കതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. എന്നിരുന്നാൽ കൂടിയും അവർ ആ പരസ്യം വീണ്ടും പ്രദർശിപ്പിക്കുന്നു. കാരണം എന്തെന്നാൽ ഇപ്പോൾ നിർത്തുകയാണെങ്കിൽ പരസ്യത്തിനെ നിക്ഷേപിച്ച പൈസ മുഴുവനും നഷ്ടപ്പെടും. അതൊഴിവാക്കാനായി അവർ വീണ്ടും പരസ്യം പ്രദർശിപ്പിക്കുന്നത് തുടരുന്നു. ഇതിനെയാണ് സങ്ക് കോസ്റ്റ് ഫലാസി എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ആ വസ്തു നമ്മളുമായി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വസ്തു നമുക്ക് ഉപദ്രവമാണ് ചെയ്യുന്നതെങ്കിൽ കൂടി നാം അതിനെ ഒഴിവാക്കുന്നതിൽ നിന്നും പിന്മാറുന്നു. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ ഇത്രയും പൈസ നിക്ഷേപിച്ചതല്ലേ, അല്ലെങ്കിൽ ഇത്രയും സമയം നൽകിയില്ലേ, കുറച്ചുകൂടി ക്ഷമിക്കാം. ഇപ്പോൾ പരാജയം സ്വീകരിച്ചാലും ഒന്നും തന്നെ ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി സമയം ക്ഷമിച്ചാൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായാലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നാം ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും അതേ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും നമുക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഔറംഗാബാദിൽ ഒരു ഫേക്ക് സ്കീം വന്നു. ആളുകൾ അതിൽ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു. ആദ്യമൊക്കെ പൈസ തിരിച്ചു കിട്ടിയെങ്കിലും പിന്നെ പണം തിരികെ ലഭിക്കാതെയായി. എന്നിട്ടും ഒരു നിശ്ചിത തുക കൂടെ നൽകിയാൽ അവർക്ക് മുഴുവൻ പൈസയും തിരികെ നൽകാമെന്ന് പൊള്ളയായി വാഗ്ദാനം നൽകി ആളുകളെ വീണ്ടും പറ്റിക്കുകയുണ്ടായി. അങ്ങനെ ആളുകൾ വീണ്ടും ഇതിൽ പണം നിക്ഷേപിക്കുകയും ചെയ്തു. അവസാനം ആർക്കും തന്നെ പണം തിരികെ ലഭിച്ചതുമില്ല. ഇതേ ഫലാസി കാരണമാണ് ഒരു ഇൻവെസ്റ്റർ നഷ്ടത്തിലാണ് കമ്പനിയെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റോക്സ് വിൽക്കാത്തത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ടോക്സിക് റിലേഷൻഷിപ്പിലായിട്ടുകൂടി അതിൽ നിന്നും പുറത്തു കടക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കാത്തതും. പാസ്റ്റിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പഴയ നിക്ഷേപങ്ങൾ അത് നിങ്ങൾക്ക് ഒരിക്കലും ഇനി തിരികെ ലഭിക്കുവാൻ പോകുന്നില്ല. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ലാഭത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഭാവിയിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും ചെയ്യാത്ത ഒരു കാര്യമാണെങ്കിൽ ആ കാര്യം ചെയ്യുന്നത് നിർത്തുന്നതാണ് നല്ലത്. സിനിമ നല്ലതല്ലെങ്കിൽ ഇറങ്ങിപ്പോരുക. പണം നഷ്ടപ്പെട്ടതിനു ശേഷവും കുറച്ച് പണം കൂടെ നൽകിയാൽ മുഴുവൻ പണവും തിരികെ നൽകാമെന്ന് ആരെങ്കിലും വാഗ്ദാനം നൽകുകയാണെങ്കിൽ യാതൊരു കാരണവശാലും പണം നൽകരുത്. നമ്പർ 3, ദ ഫാമിംഗ് എഫക്റ്റ്. ഒരേ കാര്യത്തിനെ വ്യത്യസ്ത രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതൊരു പ്രത്യേക എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, ഒരു സർജൻ നിങ്ങളോട് പറയുകയാണ് ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിൽ 10% പേരും മരിച്ചുപോയി എന്ന്. ഇനി മറ്റൊരു സർജൻ പറയുകയാണ് അദ്ദേഹം ഇന്നേ വരെ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിൽ 90% വിജയമായിരുന്നു എന്ന്. നിങ്ങൾ ആരെ കൊണ്ടായിരിക്കും സ്വന്തം ചികിത്സ ചെയ്യിക്കുക? 10% പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആളെ കൊണ്ടോ അതോ 90% ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ആളെ കൊണ്ടോ? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. എന്നാൽ രണ്ട് വ്യത്യസ്ത രീതികളിലൂടെ അവതരിപ്പിച്ചതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വ്യത്യസ്തമായ എഫക്റ്റാണ് അതുകൊണ്ടുണ്ടായത്. ന്യൂസ് ചാനലുകൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ തലക്കെട്ടുകൾ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനികൾ ഇതേ കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഓഫറുകൾ നൽകുന്നതും. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉള്ളതായി കരുതുക. നിങ്ങൾക്ക് 10 രൂപയ്ക്ക് 200 മില്ലി കോൾഡ് ഡ്രിങ്കും
ഓരോ 60 രൂപയ്ക്ക് 1 ലിറ്റർ കോൾഡ് ഡ്രിങ്കോ വാങ്ങിക്കാവുന്നതാണ്. ഇവയിൽ നിന്നും ആളുകൾ പണം ലാഭിക്കാനായി ആദ്യത്തെ ഓപ്ഷനായിരിക്കും മിക്കവാറും തിരഞ്ഞെടുക്കുക. ഇനി അടുത്തൊരു ഉദാഹരണമായി പറയാം. നിങ്ങളുടെ മുന്നിൽ 3 വ്യത്യസ്ത ഓപ്ഷനുകളുണ്ട്. 10 രൂപയ്ക്ക് 200 മില്ലി, 50 രൂപയ്ക്ക് 500 മില്ലി, 60 രൂപയ്ക്ക് 1 ലിറ്റർ. ഇതിൽ നമുക്ക് 50 രൂപയ്ക്ക് 500 മില്ലി ലഭിക്കുന്ന വസ്തു വെറും 10 രൂപ കൂടെ നൽകുമ്പോൾ ഇരട്ടിയായി ലഭിക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഇങ്ങനെ ഓഫറുകൾ നൽകുമ്പോൾ 60 രൂപയുടെ 1 ലിറ്റർ ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഇതിനെ ഡിക്കോയ് സ്ട്രാറ്റജി എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വസ്തു വാങ്ങുന്നതിന് മുൻപേ മറ്റു വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തി ലാഭകരമെന്ന് തോന്നുന്നത് മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ 10 രൂപയ്ക്ക് 200 മില്ലി കോൾഡ് ഡ്രിങ്ക് വാങ്ങിക്കുമ്പോൾ 100 മില്ലിക്ക് വെറും 5 രൂപയാകുന്നുള്ളൂ. എന്നാൽ 60 രൂപയ്ക്ക് 1 ലിറ്റർ വാങ്ങിക്കുമ്പോൾ 100 മില്ലിക്ക് 6 രൂപയാണ് വില. അതായത് 10 രൂപയുടെ 5 കോൾഡ് ഡ്രിങ്ക്സ് വാങ്ങിക്കുന്നതാണ് ലാഭകരം. നമ്പർ 4, ദ ക്ലസ്റ്ററിംഗ് ഇല്യൂഷൻ. ചാന്ദിനി ചൗക്ക് ടു ചൈന എന്ന സിനിമയിൽ ഒരാൾക്ക് ഉരുളക്കിഴങ്ങിൽ ഗണപതി ഭഗവാനെ കാണുവാൻ സാധിക്കുന്നതായി കാണിക്കുന്നു. ആ ഉരുളക്കിഴങ്ങിനെ മൂർത്തിയാക്കിക്കൊണ്ട് അയാൾ ഒരു അമ്പലം ഉണ്ടാക്കുകയും അവിടുത്തെ പൂജാരിയാവുകയും ചെയ്യുന്നു. ഉരുളക്കിഴങ്ങ് ഗണപതി ഭഗവാനാണെന്ന് വിശ്വസിച്ച് മുഴുവൻ സമയവും അതിനോടൊപ്പം തന്നെ അയാൾ ചിലവഴിക്കുന്നതായി കാണാം. ഇതുപോലൊരു സംഭവം അമേരിക്കയിൽ നടന്നു. ഒരു യുവതിക്ക് ബ്രെഡിൽ ജീസസിന്റെ മുഖം കാണുവാൻ സാധിച്ചു. അതിനുശേഷം ആ ബ്രെഡ് ലേലത്തിൽ വിൽക്കുകയുണ്ടായി. അതിന്റെ ഓരോ കഷ്ണങ്ങളും ആയിരക്കണക്കിന് ഡോളേഴ്സിന് വിറ്റഴിഞ്ഞു. അമേരിക്കയിൽ ഇതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായി. റോഡരികിൽ സുരക്ഷയ്ക്കായി ഒരു കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ അതൊരു ശിവലിംഗമാണെന്ന് വിശ്വസിച്ച് അതിനെ പൂജ ചെയ്യാൻ ആരംഭിച്ചു. നമ്മുടെ മസ്തിഷ്കം വസ്തുക്കളിൽ പ്രത്യേകതരം പാറ്റേൺ കണ്ടുപിടിക്കുന്നതിൽ മികച്ചൊന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മേഘങ്ങളിൽ പല മുഖങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ MCQ ടൈപ്പ് ചോദ്യങ്ങളിൽ പോലും പ്രത്യേകതരം പാറ്റേൺ അന്വേഷിക്കുന്നത്. അതായത് 1ന്റെയും 2ന്റെയും 3ന്റെയും ഉത്തരം ABC എന്നിങ്ങനെയാണെങ്കിൽ 4ാമത്തേതിന്റെ ഉത്തരം തീർച്ചയായും D ആയിരിക്കും എന്നിങ്ങനെ. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ചില എക്സ്പേർട്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ പാറ്റേൺ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതും. അങ്ങനെ അവർ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഈ മാർഗങ്ങളിലൂടെ ചില സമയങ്ങളിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ഇത് തെറ്റിപ്പോവുകയും ചെയ്യുന്നു. വെറുമൊരു നാണയത്തൊട്ട് എറിഞ്ഞു നോക്കി വിജയസാധ്യത കണക്കാക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ മികച്ചതാണെന്ന് സാരം. നമ്പർ 5, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. ഉദാഹരണത്തിന് നമുക്കൊരു പേപ്പറിന്റെ തിക്നെസ് 0.1 mm ആണെന്ന് കരുതാം. ഇനി അതേ പേപ്പറിനെ നിങ്ങൾ 50 തവണ മടക്കുകയാണെങ്കിൽ അതിന്റെ കനം എന്തായിരിക്കും? ഈ ഉദാഹരണം നിങ്ങൾ മറ്റെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും പല ആളുകൾക്കും എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിന്റെ ശക്തി അറിയില്ല. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കാര്യം തന്നെ നമുക്കെടുക്കാം. 0.1 mm തിക്നെസ് ഉള്ള പേപ്പറിനെ 50 തവണ മടക്കിയപ്പോൾ കിട്ടിയ വണ്ണം 10 കിലോമീറ്റേഴ്സ് ആണോ, 100 കിലോമീറ്റേഴ്സ് ആണോ, അതോ 1000 കിലോമീറ്റേഴ്സ് ആണോ? ആലോചിച്ച് കമൻസിൽ പറയുക. നമ്മുടെ മസ്തിഷ്കം ലീനിയർ ആയിട്ട് ചിന്തിക്കുന്ന രീതിയിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനെ പറ്റി സാമാന്യമായി മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ അതിന്റെ മൂല്യം കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദീർഘകാലത്തിനു ശേഷം ലഭിക്കുന്ന സന്തോഷങ്ങളെക്കാൾ ചെറിയ കാലയളവ് കൊണ്ട് ലഭിക്കുന്ന സന്തോഷങ്ങളിൽ മനുഷ്യർ ആകർഷകനാകുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഇന്നു മുതൽ ഡയറ്റും എക്സസൈസും ചെയ്യുന്നതും ഇംപ്രൂവ് ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ ഒരു 5 വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുക. അതിലൂടെ നിങ്ങളുടെ കൂട്ടുകാർ 10 പടി ചവിട്ടുന്നത് വഴി ക്ഷീണിച്ചു പോകുമ്പോൾ നിങ്ങൾ അതേ 10 പടികൾ 10 തവണ കയറാൻ ശേഷിയുള്ള ആളായിത്തീരും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാ ദിവസവും കൂടി വന്ന് നിങ്ങൾക്ക് ധാരാളം മേന്മ നൽകുന്നു. അതുകൊണ്ട് തന്നെ സ്മോൾ ഹാബിറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ആക്ടിവിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളെ ചെറുതായി കാണരുത്. ഈ ചെറിയ ഹാബിറ്റ്സിന്റെ ഫലം നിങ്ങൾക്ക് 10 ദിവസത്തിൽ കാണുവാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ വരുന്ന 10 വർഷത്തിൽ നിങ്ങൾ സ്വന്തം യൗവനത്തിനോട് നന്ദി പറയുന്നുണ്ടാകും. ഇനി നമുക്ക് ആ പേപ്പറിനെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്താണെന്ന് നോക്കാം. 0.1 mm കനമുള്ള പേപ്പറിനെ 50 തവണ മടക്കുമ്പോൾ അതിന്റെ വണ്ണം ഏകദേശം 11,25,89,990 കിലോമീറ്റർ ആയിരിക്കും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ നിങ്ങൾക്കിത് മനക്കണക്കായി ചെയ്യുവാൻ സാധിക്കുമായിരുന്നോ? നമ്പർ 6, ബർണം എഫക്ട്സ്. ഇനി ഞാൻ നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നും അവർ നിങ്ങളെ പുകഴ്ത്തണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് തോന്നാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്തതിലൂടെ നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ചുറ്റിലുമുള്ള ആളുകളുടെ ചിന്താഗതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ ചിന്താഗതി. ചില സമയം നിങ്ങൾ മറ്റുള്ളവരുമായി വളരെയധികം നന്നായി ഇടപഴകും. എന്നാൽ ചിലപ്പോഴൊക്കെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചോർന്നു പോകുന്നതായി തോന്നാം. എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. ഞാൻ നിങ്ങളെപ്പറ്റി കൃത്യമായി വിവരിച്ചില്ലേ? വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ എല്ലാവരിലും ഒരുപോലെ ഉള്ളതാണ്. ഓരോരുത്തരും അവരവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. 100 പേരോട് ഈ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം പേരും നിങ്ങളുമായി യോജിക്കുന്നുണ്ടാകും. ഇതിനെയാണ് ആസ്ട്രോളജി മാഗസീൻസ് ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ അവയിൽ നിന്നും നിങ്ങൾക്ക് ജനറൽ ലൈഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, ഇന്നത്തെ ദിവസം ശത്രുക്കളിൽ നിന്നും സൂക്ഷിക്കുക. കൂട്ടുകാരുമായുള്ള ബന്ധം ദൃഢമാക്കി വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. നിങ്ങൾക്ക് ഈ മാസം ധന ഉയർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ കച്ചവടം വികസിക്കാനുള്ള പുതിയ മാർഗങ്ങൾ ലഭിക്കും. ഈ മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം സുഗമമായിരിക്കും.
എന്നാൽ വീടുകളിൽ അമ്മായിയമ്മ മരുമകൾ പോരുണ്ടാകും. പിന്നെ നിങ്ങൾ തന്നെ പറയും, ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കാണ് യോജിക്കാത്തത്? വാസ്തവത്തിൽ ശത്രുക്കളിൽ നിന്നും സുരക്ഷിതരായിരിക്കുക തന്നെ വേണം. പൈസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവർക്കും എല്ലാ മാസവും ഉണ്ടാകാറുണ്ട്. ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും പുതിയ അവസരങ്ങൾ തേടിപ്പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ലഭിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ഭൂരിഭാഗം പേർക്കും യോജിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അധികം സീരിയസ് ആയി എടുക്കേണ്ട ആവശ്യവുമില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇനി ലോകത്തെ കാണുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലൂടെയായിരിക്കും. ഇനി നിങ്ങളെ മണ്ടന്മാരാക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും സത്യസന്ധമായി തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.